സൈജു കുറുപ്പിനായിട്ട് ഇപ്പോഴും ആത്മബന്ധം സൂക്ഷിക്കുന്ന ഉറപ്പായിട്ട് ഇന്നലെ കൂടി ഞാൻ മെസ്സേജ് ചെയ്തത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈജുവിന്റെ ഇപ്പൊ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ ഇറങ്ങിയല്ല. കായംകുളം കൊച്ചിന്റെ റോള് കിട്ടിയിരുന്നത് എങ്ങനെയായിരിക്കും? കായംകുളം കൊച്ചുണ്ണിയിൽ അഭിനയിക്കാനായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കായംകുളം കൊച്ചിന്റെ ഒരു ഫിഗർ ഉണ്ട് ചേട്ടൻ ആണല്ലേ എല്ലാം കൊണ്ട്. അതേപോലെ ഈ ബോഡി ബിൽഡിംഗ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണേ? ഇപ്പൊ എല്ലാവരും ഇപ്പൊ പിള്ളേരൊക്കെ നോക്കുന്നത് ഇങ്ങനെ ഒരു ബോഡി കിട്ടാൻ വേണ്ടി. അല്ല, ബോഡി ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ട്, അതായത് ഒരു 18-19 വയസ്സ് തൊട്ട് എനിക്ക് എന്താ പറയുക, ഫിറ്റ്നസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ചോദിക്കണത്, അടി ഉണ്ടായോ എങ്ങനെയുണ്ട്? അല്ലാണ്ട് എങ്ങനെ വേറെ ഒന്നും അറിയണ്ട, അടി ഉണ്ടായി. ഞാൻ പലരും തമാശയല്ല എൻ്റെ അടുത്ത് പലരും ചോദിച്ചു സെയിം ചോദ്യമാണത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സംസാരിക്കാൻ തുടങ്ങിയ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഹീറോ ആയും വില്ലനായും തകർത്ത് അഭിനയിക്കുന്ന ഒരാള്, നമ്മുടെ സ്വന്തം നവീൻ അറക്കൽ. അപ്പൊ നവീൻ ചേട്ടാ, വെൽക്കം ടു അവർ ഷോ. എന്തൊക്കെയുണ്ട് ഇപ്പൊ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഇപ്പൊ സീരിയലും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു, സ്ഥിരം പറയുന്നത് പോലെ. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ എൻ്റെ ഒരു ആഗ്രഹം, നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ആഗ്രഹം ഉണ്ടല്ലോ സീരിയലിൽ. അപ്പൊ എന്ന് പറയുന്ന പോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ജോയ്സി സാറിന്റെ സ്ക്രിപ്റ്റിംഗിൽ ഒരു സീരിയൽ ചെയ്യണമെന്ന്. ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറ്റ ശീലം എന്ന് പറഞ്ഞ സീരിയലാണ് ഇപ്പൊ മഴവിൽ മനോരമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. 20 വർഷം ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തന്നെ വന്നിട്ട്. സത്യം, അതെങ്ങനെ മനസ്സിലായി? 20 years ആയി. ഇതിപ്പോ എന്റെ 70ാമത്തെ സീരിയലാണ് കേട്ടോ, അതും കൂടി പറയാം. ഭയങ്കര സന്തോഷമുണ്ട്. 70ാമത്തെ സീരിയലിലോട്ട് കടന്നു. ഈ ഒറ്റ ശീലം 70ാമത്തെ സീരിയലാണ്. അപ്പോൾ ഈ സീരിയലിൽ നിന്നിട്ട് ഈ വില്ലൻ കഥാപാത്രം അതുപോലെ തന്നെ നായകൻ കഥാപാത്രം ചെയ്യുമ്പോൾ ചേട്ടൻ ഏതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടായി തോന്നിയിരിക്കും? എന്തുകൊണ്ടും അറിയില്ലേ, എന്ത് നായകൻ കളിച്ചു കഴിഞ്ഞാലും വില്ലൻ ഉണ്ടെങ്കിലേ നായകൻ അവിടെ സത്യമുള്ള. പിന്നെ നായകന്മാരെന്ന് പറഞ്ഞാൽ പൊതുവെ അറിയാലോ, നായകൻ നമ്മൾ സീരിയലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഫുൾ ഒരു പഴംപൊഴിഞ്ഞ റിയാക്ഷൻ ആയിരിക്കും. ഒന്ന് നമ്മുടെ നായികയുടെ സാരി തുമ്പ ചുറ്റി കിടക്കുന്നു. പിന്നെ കൂടുതൽ പെർഫോമൻസ് എപ്പോഴും നായികമാർക്കായിരിക്കും. കാര്യം നമ്മുടെ മലയാളം സീരിയലിൽ ഏറ്റവും കൂടുതൽ നായിക പ്രാധാന്യമുള്ള സീരിയലുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നായകന്മാർക്ക് വലിയ സംഭവങ്ങൾ, നായകന്മാരൊന്ന് പെർഫോം ചെയ്ത് വരുമ്പോഴേക്കും നായിക ഞാൻ പറഞ്ഞോളാം നല്ല രീതിയിലാണ്. പിന്നെ അതില് നായകന്റെ പ്രാധാന്യമുള്ള സീരിയലുണ്ട്, അത് ഞാൻ പറയാം. കാര്യം നമ്മുടെ ഹിസ്റ്റോറിക്കൽ സീരിയൽ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി, പിന്നെ എന്താ പറയാ പഴശ്ശിരാജ, അങ്ങനത്തെ സീരിയലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറോ ഓറിയന്റഡ് ആയിട്ടുള്ള സീരിയൽസാണ്. പിന്നെ ഫാമിലി നോക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയാലോ, വീട്ടിൽ നമ്മള് ഭാര്യയും ഭർത്താവാണെങ്കിൽ കായംകുളം കൊച്ചിന്റെ റോള് കിട്ടിയിരുന്നത് എങ്ങനെയായിരിക്കും? കായംകുളം കൊച്ചുണ്ണിയിൽ അഭിനയിക്കാനായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കായംകുളം കൊച്ചിന്റെ ഒരു ഫിഗർ ഉണ്ട് ചേട്ടൻ ആണല്ലേ. എല്ലാം കൊണ്ട് അപ്പോ അതില് എനിക്ക് ആ സീരിയൽ കണ്ട് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കായംകുളം കൊച്ചുണ്ണി അഭിനയിക്കാനായിട്ടാണ് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ടീമിനെ ഡയറക്ടറിനെ സമീപിച്ചത്. അപ്പൊ അങ്ങനെ ആ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് അവർ തന്നെ അടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടായി, മിന്നൽ കേസരി എന്ന് പറഞ്ഞിട്ട്, സൂര്യ TV-യിലായിരുന്നു. അപ്പോൾ അതിലെനിക്കൊരു ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ക്യാരക്ടർ, ഒരെണ്ണം ഒരു പാവം, ഒരെണ്ണം വീരശൂര പരാക്രമി, ഡബിൾ റോൾ. എനിക്ക് അങ്ങനെ ഫസ്റ്റ് നായകൻ വേഷം കിട്ടിയത് അങ്ങനെ ഡബിൾ റോളായിട്ടുള്ള മിന്നൽ കേസരി എന്നുള്ള പ്രോജക്റ്റിലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 50 എപ്പിസോഡിൽ നിർത്തേണ്ട വന്നു. കുഴപ്പമില്ല, എന്നാലും ഇതൊക്കെ നിമിത്തങ്ങള് അറിയില്ല. എന്താ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളിലൊക്കെ ഫസ്റ്റ് പടമൊക്കെ പൊളിഞ്ഞിട്ടുള്ളതാണ് നായകന്മാരൊക്കെ. അതൊക്കെ ഓർത്തുകൊണ്ട് ഇതൊക്കെ നമ്മളൊരു സമാധാനത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷെ എന്നിരുന്നാലും അതങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിലും ഇന്നിപ്പോ എനിക്ക് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല കഥാപാത്രങ്ങൾ, അതായത് ലീഡിങ് ഉദ്ദേശിച്ചത് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ, അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതെ, അതേപോലെ തന്നെ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ജീസസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. കേട്ടു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അത്
മെമ്മറി ഓഫ് ജീസസ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റാണ്. അത് അത് കുറെ കാലം ഒത്തിരി നാളായിട്ടുണ്ട്. അത് ഹംപി എന്ന് പറഞ്ഞ ബാംഗ്ലൂർ അപ്പുറം ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അതായിരുന്നു ആദ്യ സീരിയൽ? അല്ല, സീരിയലല്ല, അതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡയറക്ടർ ദേവ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ചു, മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു ലുക്ക് വന്നു. താങ്ക് യു. അങ്ങനെ അത് ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. പുണ്യപുരാണ കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗീവർഗീസ് പുണ്യാളനായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടി. യേശു ക്രിസ്തു കഴിഞ്ഞ് അടുത്ത പുണ്യാളിലോട്ട് ചാടി. പിന്നെ യേശു ക്രിസ്തു നോർമലി വളരെ ശാന്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ഇതാണല്ലോ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശാന്തതയോടാണ്. പക്ഷേ ഗീവറീസ് പുണ്യാളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബോൾഡാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരപ്പുറത്താണല്ലോ. പിന്നെ ഈ മിന്നൽ കേസരി എന്ന് പറഞ്ഞ സീരിയലില് എനിക്കൊരു മറ്റേ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെന്ന് പറയില്ലേ, അതിൽ എനിക്കൊരു കുതിര ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കുതിര ഓടിക്കാൻ പഠിച്ചതാണ്. എന്തുകൊണ്ടോ വീണ്ടും ഈ ഒരു എന്താ പറയാ, ഈ ഗീവർഗീസ് പുണ്യാളുടെ കഥ വന്നപ്പോ കുറച്ചും കൂടി ഈസിയായി. കാര്യം കുതിരപ്പുറത്ത് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിലൂടെയാണ് അപ്പൊ സീരിയലിലോട്ട് വന്നിരിക്കുന്നത്? ഒരിക്കലല്ല, മോഡലിങ്ങിലൂടെയാണ്. മോഡലിംഗ്, അഡ്വർടൈസ്മെന്റ്സ്, സീരിയൽസിന്റെ ഇടയിൽ വന്നതാണ് ഷോർട്ട് ഫിലിംസ്. അപ്പൊ അതേ ഈ എന്താണ് മോഡലിംഗ് എന്ന് പറഞ്ഞു, ഈ ഇടയ്ക്ക് 18 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ റാമ്പിലോട്ട് കയറി ഞാൻ കണ്ടിരുന്നു. പോസ്റ്റ് ഇട്ടത് 6 ദിവസം മുമ്പ് തൊട്ടിട്ടതാണ്. കണ്ടായിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോഡലിങ്ങിലൂടെയാണ് വന്നത്. അന്ന് പെഗാസിസ് ഈവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ അജിത് രവി എന്ന് പറഞ്ഞ കക്ഷിയാണ് അതിന്റെ മെയിൻ ആള്. അപ്പോൾ പുള്ളിയിലൂടെ, അതായത് പുള്ളിയുടെ ടീമിലൂടെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്, മോഡലിങ്ങിലോട്ട് വന്നത്. പക്ഷേ അന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ഒരുപാട് ഷോസ് അജിത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അന്ന് പല പല കന്യാകുമാരി, ചെന്നൈ, അവിടെ ഇവിടെ ഒക്കെ പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ സംഘടനയെ, ആത്മസംഘടനയും പെഗാസിസ് ഈവന്റ് മാനേജ്മെൻറ്റും കൂടെ ഒന്നിച്ച് ഒരു ഷോ വന്നായിരുന്നു. ഇപ്പോൾ ജനറൽ ബോഡി, ഇതിനു മുമ്പ് ഒരു ഷോ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ട്രഡീഷണൽ വേഷം ഉണ്ടായിരുന്നു, കാഷ്വലും ഉണ്ടായിരുന്നു. അത് വരും ഇപ്പോൾ ഓണത്തിന്റെ സമയത്ത് എന്തായാലും ടെലികാസ്റ്റ് വരും. ഞാൻ ആ ഫോട്ടോസ് കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഒരുപാട് ഇടാൻ പറ്റില്ല, സസ്പെൻസ് കളയണ്ട. ഭയങ്കര ഇതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 18 വർഷങ്ങൾക്ക് ശേഷം അതേ ടീമിന്റെ കൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അത് ഇപ്പൊ അദ്ദേഹം അത്യാവശ്യം എന്താ പറയുക പോപ്പുലർ ആയി. കാര്യം പുള്ളി ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു എന്താ പറയാ നൊസ്റ്റാൾജിയ വീണ്ടും പഴയ സ്ഥാനത്തിലോട്ട് പോയി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. കാര്യം റാമ്പിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്റെ പഴയ കാല ഓർമ്മകളൊക്കെയാണ് വന്നത്. അതിന്റെ ഇടയിൽ ആരും എന്നെ വിളിച്ചില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. അതേപോലെ തന്നെ ഫാമിലി ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഉണ്ണിമേരി, അതെ, ഉണ്ണിമേരി ആൻറ്റിയുടെ പുള്ളിക്കാരിയുടെ ബ്രദറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാർട്ടിനങ്കിൾ പുള്ളിക്കാരനാണ് ഇല്ല ഇതില് സീരിയലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് ക്യാമറക്ക് മുന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ആൻറ്റിയുടെ വക ഒരുപാട് എന്താ പറയാ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ കുടുംബ മഹിമ നിലനിർത്തിക്കൊണ്ട് പോകണം നീ. കാര്യം ഫാമിലിയിൽ ഒരു പുള്ളിക്കാരി ഇപ്പം അഭിനയിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഒരു ഇത് തലമുറയായി പോയിക്കൊണ്ടിരിക്കുന്നത്, നീ അതിപ്പോൾ ആർട്ടിസ്റ്റായിട്ട് നീ അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളണം എന്നൊക്കെ പറഞ്ഞ്. അതേപോലെ ഉണ്ണിമേരി അവർക്ക് ഇനി സിനിമയിലോട്ട് വീണ്ടും വരാനുള്ള താല്പര്യമുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്നെ 1-2 ഡയറക്ടേഴ്സൊക്കെ സമീപിച്ചായിരുന്നു ഇതുപോലെ അറിഞ്ഞിട്ട്, ഇനി ഞാൻ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു അത് ഇപ്പം അഭിനയിക്കുന്നില്ല. ഹലോ, അത്യാവശ്യം നല്ല എല്ലാ മമ്മൂക്ക, രജനീകാന്ത്, കമലഹാസൻ, ലാലേട്ടൻ എല്ലാവരും ഇപ്പോൾ ഹീറോയിനായിട്ട് ചെയ്ത് വളരെ സുന്ദരി, ഭയങ്കര ഭംഗിയുള്ളൊരു ഫേസും ഒക്കെ. ഞാനത് ഇപ്പോഴാണ് അറിയണത് ചേട്ടൻ്റെ കസിനാണ് എന്നുള്ളത്. അതെന്റെ കുഴപ്പമല്ല. അപ്പോൾ അതിനുശേഷം അതേപോലെ തന്നെ ചേട്ടൻ ഭയങ്കര സെലക്റ്റീവാണ് ഡ്രസ്സിങ് ഒക്കെ. ചേട്ടൻ്റെ എല്ലാ ഇന്റർവ്യൂലും കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്തെങ്കിലും സെലക്റ്റീവായിട്ട് എടുക്കണേ. അത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് എപ്പോഴും ഇപ്പൊ
അറിയാലോ ഇപ്പോൾ നമ്മൾ എവിടെ ഏത് ക്രൗഡിൽ ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു കോൺട്രാസ്റ്റ് കൂടിയ കളർ ഇടുമ്പോൾ പെട്ടെന്ന് ഒരു നോട്ടം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തു ഇത് കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളൊരു ഇതിലാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ? ഇല്ല, സൂപ്പർ ആയിട്ടുണ്ട്. ജെൻസി പിള്ളേർക്കൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ട്രെൻഡിനോടാണ് കുറച്ചും കൂടെ. ജെൻസി പിള്ളേർ ജെൻസിക്കൊക്കെ കുറച്ചും കൂടെ അട്രാക്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ്. ആ ശരി, ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഇപ്പോഴത്തെ എൻ്റെ ഞാൻ 79 ആണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഹലോ എന്നും പറഞ്ഞ് വലിയ അപ്പൂപ്പനൊന്നും ആയിട്ടില്ല. അല്ല, അന്നത്തെ കാലഘട്ടവും നമ്മൾ ഓരോ ഇങ്ങനെ മാറി മാറി കൊണ്ടിരിക്കണല്ലോ, കാലഘട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജെൻസി പിള്ളേർ എല്ലാവരും അത്യാവശ്യം നല്ല കിടിലൻ ഡ്രസ്സിങ് ആണ്. ഭയങ്കര ഓരോ വെറൈറ്റി ഡ്രസ്സിങ്സ് ആണ്. പക്ഷേ പെൺകുട്ടികൾക്ക് ഒരു സങ്കടമുള്ള പെൺകുട്ടികൾക്ക് ഒരുപാട് ഡ്രസ്സ് കോമ്പിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു ജീൻസും ഒരു ഷർട്ടും. അതാ പറഞ്ഞത്, പെൺകുട്ടികൾക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അതെ അതെ. അല്ല, ആണുങ്ങൾക്ക് ആൺകുട്ടികൾക്ക് ഉണ്ട്. ഇപ്പൊ കുറെ ബാഗി ജീൻസ് ഒക്കെ, ബാഗി ജീൻസ് അതായത് നമ്മൾ ഇടുന്ന അതേ വലിപ്പം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ വെച്ച് കണ്ടായിരുന്നു ഒരു പയ്യനുണ്ട്. ഇത്രയും വലിയ ഒരു കാലിന്റെ ഇതാണ് ജീൻസിന്റെ ബാഗി. അത് ട്രെൻഡിങ്, പിള്ളേർ ആ ട്രെൻഡിങ്ങിലൊക്കെ അങ്ങ് പോവുക. അതുപോലെ തന്നെ ഇനിയിപ്പോ ചേട്ടൻ പണ്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് കേട്ടു, സൈജു കുറുപ്പിന്റെ ഒപ്പം. സൈജു കുറുപ്പിന്റെ ഒപ്പം അഭിനയിച്ചത് ഒരു സിനിമയിലല്ല, സൈജുവിന്റെ ഒപ്പം ട്രിവാൻഡ്രം ലോഡ്ജിലാണ് ഞാൻ. സൈജു കുറുപ്പിനായിട്ട് ഇപ്പോഴും ആത്മബന്ധം സൂക്ഷിക്കുന്നു. ഉറപ്പായിട്ട് ഇന്നലെയും കൂടി ഞാൻ മെസ്സേജ് ചെയ്തോളൂ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈജുവിന്റെ ഇപ്പൊ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ ഇറങ്ങിയല്ല. അപ്പൊ ഞാൻ സൈജുവിന്റെ സെക്കൻഡ് ഇത് മൂവി വന്നു കഴിഞ്ഞപ്പോ, സൈജു പ്രൊഡ്യൂസറിന്റെ മൂവി വന്നപ്പോ ഞാൻ അന്ന് ചാൻസ് വെച്ച് അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ നടൻ സൈജു കുറുപ്പിന്റെ അടുത്തല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പ്രൊഡ്യൂസർ സൈജു കുറുപ്പിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നോക്കാം അറക്കലെന്ന് വിളിക്കണേ എന്നെ, അറക്കലെ നമുക്ക് നോക്കാം എന്നൊക്കെ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും വന്നിരിക്കുന്നത്. കുറച്ച് രണ്ടോ മൂന്നോ പേരാണ് പുതിയ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടോ സൈജുവിന് ആ ഭാഗ്യം ഉണ്ടായില്ല എന്നെ. പക്ഷെ കുഴപ്പമില്ല, 2 ദിവസം മുമ്പ് ഞാൻ മെസ്സേജ് ചെയ്തു ഒന്നുകൂടി മൂന്നാമതൊരു പാർട്ടും കൂടി വരുന്നുണ്ട്, പരിഗണിക്കണേ സൈജു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നവീൻ അറക്കൽ എന്നുള്ള കുടുംബം ഇത് കേട്ടറിയില്ലേ? സേവ്യർ അറക്കൽ, അറക്കൽ മാധവനുണ്ണി, അറക്കൽ അബു, നവീൻ അറക്കൽ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹൈലൈറ്റിന് വേണ്ടി ഞാൻ കൈന്നെടുത്തിട്ടല്ല എന്റെ ഫാമിലി നെയിമാണ്. നവീൻ തോമസ് ആണ് ശരിക്കുള്ള പേര്. പക്ഷെ നവീൻ അറക്കലിന് ഇട്ടപ്പോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നല്ലാണ്ട് ഗാംഭീര്യം ഉണ്ട് ഓക്കെ. അറക്കൽ ഇപ്പൊ ചിലരെന്നെ അറക്കെന്നല്ല അറക്കൽന്ന് വിളിക്കും. അറക്കലേ എന്തേ എവിടെയാണ് ഫാമിലി നെയിം പറഞ്ഞ് വിളിക്കാറുണ്ട്. പിന്നെ എന്താ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പക്ഷെ വെറൈറ്റി ആണ്, നമുക്ക് പെട്ടെന്ന് നവീൻ അറക്കൽ ചേട്ടൻ ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. ജെൻസി പിള്ളേര് പറഞ്ഞ പിന്നെ ഓക്കെ ചേട്ടാ, അതുപോലെ തന്നെ ഫാമിലി ലവ് മാരേജ് ആണെന്ന് കേട്ടു. അതെ. എങ്ങനെയുണ്ട് മോൾ? അല്ല പറയണ ലവ് മാരേജ് ആണ്. മോനൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ആദ്യം ലവ് മാരേജ്. വൈഫ് ഞങ്ങൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 19 20 19 ഇതുപോലെ അറിയില്ലേ? ഇല്ല അങ്ങനെയല്ല, ഈ വർഷങ്ങൾ കൂടുന്തോറും മറവി. എന്തായാലും മോൾക്ക് ഇപ്പൊ 19 വയസ്സായി. 19 വയസ്സായി മോളുണ്ടോ? അതെ, എന്റെ ചർമ്മം കണ്ടാൽ അങ്ങനെ പ്രായം തോന്നിക്കുന്നില്ല. 19 വയസ്സായ മോളുണ്ട്. പിന്നെ മോന് ഇപ്പൊ ഇതിലോട്ട് കിടക്കുന്നു. മോളിപ്പോ BBA സെക്കൻഡ് ഇയർ. മോനിപ്പോ 8ാം ക്ലാസ്സിൽ. മോളുടെ പേര് നേഹ, മോന്റെ പേര് നിവേദ്. വൈഫ് ടീച്ചറാണ്, ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൽ ടീച്ചർ. ഈ ലവ് മാരേജ് അപ്പൊ എങ്ങനെയായിരുന്നു? വീട്ടിൽ സമ്മതിച്ചാ? പിന്നെന്താ കഷ്ടം കണ്ടേ, ഇതാണ് ചോദിക്കണത്. അടി ഉണ്ടായോ, എങ്ങനെയുണ്ട്? അല്ലാണ്ട് എങ്ങനെ വേറെ ഒന്നും അറിയണ്ട. അടി ഉണ്ടായി. ഞാൻ പലരും തമാശയല്ല എൻ്റെ അടുത്ത് പലരും ചോദിച്ചു സെയിം ചോദ്യമാണത്. വേറെ പ്രശ്നം ഒന്നുണ്ട്? ഞാൻ എന്ത് പ്രശ്നം? ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ ആ സമയത്ത് പ്രണയം ഉണ്ടായി. അതായത് ഒരു ഇതുപോലെ തന്നെ ഒരു ഫാഷൻ ഷോന്റെ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പുള്ളിക്കാരി കാണാൻ വന്നതാണ്. അങ്ങനെ കണ്ട് പരിചയപ്പെട്ടു. അവിടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ? ഇല്ല, ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അന്ന് ഫാഷൻ ഷോ ആയിരുന്നു.
അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ അധികം നാൾ മുന്നോട്ട് വെറുപ്പിച്ചില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പ്രണയിച്ച് നടന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ല. പ്രണയിച്ച് അങ്ങനെ നടന്നിട്ടില്ല. എന്തിനാണ് പ്രണയം? നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയുക, അല്ലാണ്ട് വെറുതെ എന്താ പറയുക പുറകെ എന്താ മണിപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത്. നമുക്ക് കാര്യങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എനിക്കിഷ്ടമാണ്, ഇങ്ങോട്ട് ഇഷ്ടമുണ്ടാകുന്ന എനിക്കറിയില്ല, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പുള്ളിക്കാരി ആ സമയത്ത് എന്തോ പുള്ളിക്കാരിയുടെ ഭാഗ്യം എന്നല്ല, എന്താ പറയാനാ, എന്നെ പോലെ ഒരാളെ ഇത്രയും സൗന്ദര്യമുള്ള ഒരു വ്യക്തിനെ കിട്ടിയത്. അല്ലല്ല കിട്ടിയത് ആണാണ്. ചേട്ടൻ നല്ല സൗന്ദര്യമുണ്ട്. ചേട്ടൻ മെയിനാ. സഞ്ജനനെ കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. ജെൻസി പിള്ളേരുടെ ഒരു പ്രത്യേക ഭംഗി അങ്ങോട്ടും ഇങ്ങോട്ടും പോഴ്ത്തിക്കൊണ്ടിരിക്കണേ. അപ്പോ അങ്ങനെ ഞാനത് പുള്ളിക്കാരുടെ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പം. ആ സമയത്ത് മോഡലിംഗ് ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ വർക്ക് ചെയ്യണമായിരുന്നു. റിലയൻസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റിലയൻസ് ഇൻഫോകോമിൽ വെബ് ഗൈഡായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ മോഡലിംഗ് പരിപാടികളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് കണ്ടു, പരിചയപ്പെട്ടു. പിന്നെ കല്യാണം. അധികം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രണയിച്ച് നടക്കാൻ അല്ല, എന്തോ അങ്ങനത്തെ ഒരു റൊമാൻസ് അന്നും ഇന്നും എനിക്ക് ഇല്ലെന്നാണ് പൊതുവെ അല്ല വൈഫിൻ്റെത്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു. 2 വർഷം മാക്സിമം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ കല്യാണം കഴിച്ചു. അത് നേരത്തെ കല്യാണം കഴിച്ചുകൊണ്ട് അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റുന്നു. ഒരു ട്രെൻഡിലങ്ങ് നിൽക്കുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ നവീൻ ചേട്ടാ, ഇപ്പോ റിയാലിറ്റി ഷോയിൽ വന്നതോടെയാണ് കുറച്ചും കൂടെ നവീൻ ചേട്ടനെ അറിയാൻ തുടങ്ങിയത് അല്ലേ? അപ്പൊ ഈ ടാസ്ക് ഒക്കെ അതില് റിയാലിറ്റി ഷോയിൽ ടാസ്കുകളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആണ്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഈ എന്തെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എനിക്കാ അങ്ങനെ പറയണെങ്കിൽ ഞാൻ ഒരു ടാസ്ക് ചെയ്യണമായിരുന്നു. അതായത് ഒരു ട്രെയിൻ ഇത് പോകുന്നു, അതിന്റെ അവിടെ നിന്ന് മോളിൽ നിന്ന് എടുത്ത് ചാടും. അങ്ങനത്തെ എന്ത് ടാസ്ക് ഈ ആകെ കൂടി ഞാൻ ആ സ്റ്റാർ മാജിക് ചെയ്യണ കുറെ ഗെയിംസ് ഉണ്ട്. അതിലൊന്നും ഇഞ്ചുറീസ് ഒന്നും പറയുന്നില്ല. കാര്യം നമ്മൾ നോക്കി ഇങ്ങോട്ട് ചെയ്യാം. ടാസ്ക് ആണ്, നമ്മളുടെ ശരീരമാണ്. ഇപ്പൊ ഞാൻ സീരിയലിലാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി ഇങ്ങോട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ആളത്ത് ചോദിക്കും, ചേട്ടാ ഫൈറ്റ് അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും. കാര്യം ഫൈറ്റ് അറിയാത്ത ആളാണെങ്കിൽ ഒരു പ്രാവശ്യം എനിക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആദ്യമേ ഞാൻ പറയും ഫൈറ്റ് അറിയാവുന്ന ആളാണോ എന്ന് ചോദിക്കും. ആണെന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, അല്ലാതെ ഞാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയും എനിക്കിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയ അതിന് ഡബിൾ മടങ്ങായിട്ട് ഞാൻ തിരിച്ചു തരും. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, എന്നോട് ഒന്നും തോന്നരുതാ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും അത് നോക്കി കണ്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ആവേശം കാണിക്കാം, ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോളിൽ നിന്ന് എടുത്ത് ചാടി വല്ല കാലൊടിഞ്ഞ് വീണെങ്കിൽ നമ്മൾ തന്നെ കിടക്കുന്നത്. ഒരാളും പിന്നെ തിരിഞ്ഞു നോക്കൂല. ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും ഭാഗ്യവും കൂടി വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ സൗന്ദര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ പോലെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ തീർന്ന്. എന്തെങ്കിലും പറ്റി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒറ്റ മനുഷ്യനുണ്ടാവില്ല നമ്മൾ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ടാസ്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനൊന്ന് ആലോചിക്കും, അത് ചെയ്താൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതി കൈ നനയാതെയാണ് മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ദൈവം അനുഗ്രഹിച്ച് അങ്ങനത്തെ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ അത്രയും സാഹസികമായിട്ടുള്ള കാര്യമാണ് കുതിര ഓടിക്കുക എന്ന് പറയുന്നത്. കുതിര ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബൈക്ക് ഓടിക്കാം, കാർ ഓടിക്കാം, ലോറി ഓടിക്കാം, എന്ത് വേണമെങ്കിലും ഓടിക്കാം. പക്ഷേ കുതിരനെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആദ്യം എനിക്ക് കുറച്ച് കാണിച്ചു തന്നെ. അതിന്റെ ഒരു നാക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ കുറച്ചും കൂടി സ്പീഡിൽ പോയാൽ നമുക്ക് കംഫർട്ട് ആവുള്ളൂ. പതുക്കെ പോകുമ്പോൾ കിടന്ന് ഇങ്ങനെ ചാടി നമുക്ക് ബാക്ക് പിന്നല്ലാണ്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് മിന്നൽ കേസരിയുടെ ഇതില് ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് കുതിര ഓടിച്ച് ഞാൻ താഴത്തോട്ട് ഓടിച്ചു പറഞ്ഞതാണ്. ഈ കുതിരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതിനൊരു ചെറിയ ഞൊണ്ടുണ്ട്, ആലോചിച്ച് നോക്കി. ആ സമയത്ത് എനിക്ക് കിട്ടിയ കുതിര, ഞാനാണ് കുതിരപ്പുറത്ത് ഓക്കെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വന്നത് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എന്ത് പണ്ടോ എന്റെ ഓടിക്കലിന്റെ കുഴപ്പമാണ്. അപ്പോഴാണ് പിന്നെയാണ് പറഞ്ഞത്, ചേട്ടാ കുതിരക്ക് ചെറിയ ഞൊണ്ടുണ്ട്. അപ്പൊ എന്റെ തന്നെ അതിന്റെ ഓടിക്കുന്ന ആൾ പറഞ്ഞു കുറച്ച് സ്പീഡിൽ ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയില്ലെന്ന് പറഞ്ഞു. എന്റെ പൊന്നു. അപ്പൊ എനിക്ക് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ്, മോളിൽ നിന്നല്ല വരുന്നത്. ഞാൻ ആ സമയത്ത് വെച്ചാലൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ അടിച്ച് നമ്മള് കാലൊന്ന് തട്ടി കൊടുത്താൽ മതി, ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓടും എന്ന് പറഞ്ഞു. ഓടി ഞാൻ എനിക്കറിയാൻ കാല് തട്ടി ഓടണതിനിടയിൽ ഒന്നും കൂടി കാല് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണാണ്. ഈ സാധനം ഒരു ഓടിക്കാനായിട്ട് എത്രത്തോളം സ്പീഡിൽ ഓടുന്നു അത്രത്തോളം നല്ല സുഖമാണ് നമുക്ക്. ഏറ്റവും സ്ലോയിൽ പോയാൽ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അപ്പൊ ഞാൻ നോക്കി നല്ല പറക്കം, നല്ല മമ്മൂക്ക മറ്റേ വടക്കം വീരകഥയിലൊക്കെ ഓടിച്ചു നല്ല പിന്നല്ലാണ്ട് ഉറപ്പല്ല, ഭയങ്കര സുഖം. നമ്മൾ ഇങ്ങനെ ഓടിച്ചാണ്
അറ്റത്തെപ്പോഴേക്ക് റോഡ് തീരാറായെന്നല്ല, റോഡ് തീർന്ന്. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വലിക്കണോന്ന്. ആ അതിന്റെ ഒരു ഇതിങ്ങനെ പോയിട്ടുണ്ട്, 2 കയർ, അതിങ്ങനെ വലിക്കണോന്ന് പറഞ്ഞു. ഈ സാധനം ഞാൻ അവിടെ നിന്ന് വലിച്ചിട്ട് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കണം, കിട്ടണില്ല, ഇത് നിക്കണില്ല. ഈ കുതിര എവിടെ കാല് ഇവിടെ തട്ടിക്കൊണ്ടിരിക്കണം, ഇത് വലിച്ചോണ്ടിരിക്കണേ. എനിക്കും എല്ലാം അറിയോ, തീർന്നെന്ന് ഞാൻ വിചാരിച്ചു. ഉള്ള കാര്യം പറയല്ല, ബൈക്കാണെങ്കിൽ നമുക്ക് എടുത്ത് ചാടാൻ. പിന്നെ ഞാൻ പേടിച്ച് പറിച്ചു പോയില്ലേ, ഞാൻ എടുത്ത് ചാടാം. എല്ലാരും ഞെട്ടിപ്പോയി അവിടെ ലൊക്കേഷനിൽ. ഒന്നാല് വേറെ എന്ത് നമുക്ക് ചെയ്യാം, പക്ഷെ കുതിരയുടെ ഒന്നിനെ കാല് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊളുത്തിയും വെച്ചേക്കണല്ലേ. എന്തോ ഭാഗ്യം കൊണ്ട് ആ കുതിരക്ക് മനസ്സിലായി തോന്നുന്നു, അറ്റത്തൊന്നും ഇല്ലെന്ന് മനസ്സിലായി തോന്നുന്നു. അത് എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ നിന്നു. അതിങ്ങനെ അങ്ങോട്ട് വളഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിന്നു. അന്നാണ് ഞാൻ സ്വർഗം താണിറങ്ങി വന്നത്. ആ സംഭവം കൊണ്ട് കാര്യം ഞാൻ വിചാരിച്ചു തീർന്നെന്ന് വിചാരിച്ചു. കാര്യം നമുക്ക്, ഞാൻ പറഞ്ഞത് വേറെ എന്ത് വേണം ചെയ്യാം, ഈ ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മമ്മൂക്ക യു ആർ ടു ഗ്രേറ്റ്. നമുക്കൊക്കെ ആ വടക്കം വീര എന്ത് രസമായിട്ടാണ് കുതിരയൊക്കെ ഓടിക്കുന്നത്. പക്ഷെ അത് വരാനുണ്ട്, അതുപോലത്തെ ചുണ്ടുള്ള കുതിര എന്നല്ല, ട്രെയിൻഡാണ്. പക്ഷെ എന്നാലും അത് ഓടിക്കാനുള്ള മനസ്സ്, കുതിര റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി, ഇപ്പോഴേ പറയാം. പക്ഷെ അത് ഒരു ഹരമായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ കുതിര വന്ന്, ആ കുതിര പോരാന്ന് പറഞ്ഞപ്പോൾ വേറെ കുതിര വന്നു. പിന്നെ അങ്ങനെ വന്ന് പിന്നെ ഒന്ന് പഠിച്ച്, കുതിരയായിട്ട് നമ്മൾ ആദ്യം സിങ്ക് ആവണം. അപ്പം അങ്ങനെ പഠിച്ചു. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ സുധിച്ചേട്ടനായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധമുള്ള പിന്നെന്താ, തീർച്ചയായിട്ടും. കാര്യം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, ഇപ്പം ഞാനിപ്പോഴും അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, സുധിച്ചേട്ടൻ. ഞാൻ ആ സമയത്ത് സീരിയലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിൽ പലപ്പോഴും ഡേറ്റ്സ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ നോബിയുണ്ട്, തങ്കച്ചനുണ്ട്, പിന്നെ എല്ലാവരും, നെൽസൺ ചേട്ടനുണ്ട്, എല്ലാവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സുധിച്ചേട്ടൻ എന്നോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ അടുത്ത് പറയും, എന്നെ വിളിച്ചിട്ടാണ് പറയും, നവീമനെ നീ എന്താ വരാഞ്ഞത് കഴിഞ്ഞ ഷെഡ്യൂള്. അപ്പം ഞാൻ പറയും ഇങ്ങനെ, ചേട്ടാ ഷൂട്ട് ഉണ്ടായിരുന്നു. എടാ ഇത് ഒന്നാമത് തന്നെ നമ്മുടെ സ്റ്റാർ മാജിക് അന്ന് ടമാർപ്പടാറായിരുന്നു കേട്ടോ, എല്ലാവരും കാണുന്ന നിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ നവീൻ കുട്ടാ, ഞാനിങ്ങനെ സിനിമ ചെയ്യാൻ പോകുമ്പോഴൊക്കെ നിന്റെ കാര്യം ചോദിക്കാറുണ്ട്, കൊള്ളാല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്, കാര്യം നിനക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കിട്ടുന്ന ഒരു ഷോ ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് സുധിച്ചേട്ടനാട്ടാ. പിന്നെ സുധിച്ചേട്ടനായിട്ട് എനിക്കതിൽ കുറേ സ്കിറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ബോക്സിങ് സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര രസമായിരുന്നു അന്നത്തെ. ബുദ്ധിമുട്ട് തോന്നിയോ? പിന്നെ ഉറപ്പായിട്ട് ബുദ്ധിമുട്ട് തോന്നില്ല, കാര്യം നമ്മള് സീരിയൽ ചെയ്യണ പോലെയല്ല. ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്കിറ്റ് ചെയ്യുമ്പോൾ ഇവർ ഏറ്റവും വലിയ, നമ്മൾ ഈ ഗ്രീൻ റൂമിൽ ഇരുന്നിട്ട് നോബിയായാലും അസീസ്, നെൽസൺ ചേട്ടൻ, ഇവരെല്ലാവരും ഇങ്ങനെ, ബിനു ചേട്ടൻ, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവരിങ്ങനെ സ്കിറ്റ് പറയുമ്പോൾ നമ്മളിങ്ങനെ എത്തിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നോബി ചേട്ടനെ പറഞ്ഞ ഈ മറ്റേ ക്യാരക്ടർ നമുക്ക് ഇവന് കൊടുക്കാം അല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം ആണോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറയും, എടാ ഞങ്ങൾ ഇതിങ്ങനെ ഈ മാറ്ററുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതാണ് നിന്റെ ഡയലോഗ് കേട്ടോ, നീ അപ്പോൾ ആ സമയത്ത് ഇടയിൽ കയറിയിട്ട് ഇത് പറയണം കേട്ടോ എന്ന് പറയും. ഞാൻ പറയും പറയാം. അപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇവർ ആ ഗ്രീൻ റൂമിലിരുന്നെങ്കിൽ നമുക്ക്. അപ്പം ഞാൻ അളിയനിത് പറയുമ്പോൾ ഞാനിത് പറയും, അപ്പോൾ മറ്റേ അസീസ് പറയും ഞാനിത് പറയും. അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഞാനെന്ന് വെച്ചാൽ ന്യൂട്രൽ എൻ്റെ ഡയലോഗ് ഞാൻ ഫോണിൽ എഴുതി വെക്കും, ഇതാണ് എൻ്റെ ഡയലോഗ് എന്നുള്ള രീതിയിൽ. സ്കിറ്റ് തുടങ്ങി എൻ്റെ പൊന്നെ, ഏറ്റവും വലിയ രസം സ്കിറ്റ്. നമ്മളിങ്ങനെ ഇന്ന് സ്കിറ്റൊക്കെ കളിച്ച് അവരങ്ങനെ തുടങ്ങും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന ഭാഗം വരുമ്പോഴാണ് കേട്ടോ നിൻ്റെ ഇത് കയറി നീ പറയണ്ടെന്ന് പറയും. ഇവർ ഈ സ്കിറ്റ് കളിച്ച് ആ ഭാഗം എത്തുമ്പോഴേക്കും അവരത് ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും. കാര്യം ഇപ്പുറത്തെ ആൾ വേറെ ഒരു മാറ്റർ പറയുന്നു, പിന്നെ അതിൽ പിടിച്ച് വേറെ. ഞാനിവിടെ ഡയലോഗ് പറയാൻ വേണ്ടി ഇങ്ങനെ ഇപ്പം പറയാം അത് എനിക്ക് പറയാനേ പറ്റില്ല. കാര്യം ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഫ്ലോറിലാണെങ്കിലും അവരതിങ്ങനെ, ഞാനിതിങ്ങനെ ആ കറക്റ്റ് സ്ഥലത്തെത്തുമ്പോൾ ഇവർ ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും. അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്നായിരിക്കും ഇവർ ആ മാറ്ററിലോട്ട് എത്തണത്. അപ്പം ഞാനിതുപോലെ തന്നെ വടി ഇങ്ങനെ ഇരിക്കും. അപ്പം എൻ്റെ അടുത്ത് ഡയലോഗ് പറയണോ എന്ന് പറയും. ഞാൻ പറയാം ഡയലോഗും മറന്നു പോകും, എല്ലാം മറന്നു പോകും. ഇവരുടെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക്, ഞാൻ പറയും ഇത് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ സീരിയൽ ഇൻഡസ്ട്രി എന്നൊക്കെ ഇവരുടെയൊക്കെ ഒരു പാറ്റേൺ പറയണം. ഇവർ ഭയങ്കര ലൈവാണ്, ഇവർ ഭയങ്കര രസമാണ് ഇവരൊപ്പം വർക്ക് ചെയ്യാൻ. അവരോടൊപ്പം വർക്ക് ചെയ്ത് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി എന്തായിരിക്കും? മറക്കാനാവാത്ത മെമ്മറി എന്ന് വെച്ചാൽ ഞാൻ സ്കിറ്റുകൾ മറക്കാനാവാത്തെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. കാര്യം ഇപ്പം ഞാൻ സുധിച്ചേട്ടനായിട്ട് ചെയ്ത സ്കിറ്റ്, ഒരു ബോക്സിങ് സ്കിറ്റ്, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു.
എഴുത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇത്. അതായത് ഒരു നാടകം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളില്ലേ, അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒരാൾ ഇതുപോലെ തന്നെ ഇതിപ്പോ നാടകത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞ കോമഡി ആയിട്ട് കയറ്റിയത്, വെള്ളം അടിച്ചിട്ട് അവസാനം നമ്മുടെ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അങ്ങനെ രസമായിരുന്നു അത്. ആ നാടകത്തിന്റെ സ്കിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ജിഷിനായിട്ടുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നു, അത് എപ്പോഴും വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെന്താ പറയാ, മെമ്മറീസ് സ്റ്റാർ മാജിക് മെമ്മറി. അയ്യോ എനിക്ക് ഒത്തിരി, ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്നെ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയൊരു വേദിയും കൂടിയാണ്. കാര്യം എനിക്കെപ്പോഴും ലൈവായിട്ടുള്ള ഷോസാണ് ഇഷ്ടം, റിയാലിറ്റി ഷോസാണ് എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ സീരിയൽ ഇഷ്ടം അല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ അതാകുമ്പോൾ നമുക്ക് നമ്മളുടെ കഴിവുകൾ കാണിക്കാനും പെട്ടെന്നായിരിക്കും. ഇപ്പൊ സ്റ്റാർ മാജിക് തന്നെ എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചതിന് കയ്യും കണക്കൂല. എവിടാ ഏറ്റവും കൂടുതൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓടുന്ന ആള് ഞാനാണ്. ഡാൻസ് എന്താ പറയുക, കൈ പോണ സ്ഥലത്ത് കാലും പോകില്ല, കാല് പോണ സ്ഥലത്ത് കൈയും പോകില്ല. ആ ടൈമിങ് ഞാൻ എൻ്റെ അടുത്ത് നോബിയൊക്കെ പറഞ്ഞ് കളിയാക്കും, ഇവന്റെ ഡാൻസ് സ്റ്റെപ്പിനനുസരിച്ച് ഇവനിപ്പോ എങ്ങനെ സ്ലോ ആയി കഴിഞ്ഞാൽ ആ പാട്ടും അതുപോലെ സ്ലോ ആക്കി കൊടുക്കണമെന്ന് പറയും. കാര്യം പാട്ട് ഓൾറെഡി ഇങ്ങനെ പ്ലേ ചെയ്ത് പോകില്ല, പക്ഷെ നമ്മൾ അതിനൊപ്പം പോയില്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ തീർന്ന്, അപ്പൊ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഈ സാധനം. അപ്പൊ എന്ന് പറയുന്ന പോലെ ഡാൻസ്, പാട്ട്, ഗെയിംസ് കുറെ എന്താ പറയാ രസകരമായ മൂവ്മെന്റ്സ് എന്നൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൈരളി ടിവിയിലാണെങ്കിലും എനിക്ക് ഈ അടുത്ത് സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ബീന ചേച്ചി ഭയങ്കര ലൈവായിട്ട് ചെയ്താണ്, ഭയങ്കര രസമായിരുന്നു. ചേട്ടന് കുക്കിംഗ് അറിയാമോ? കുക്കിംഗ് ഞാൻ സത്യം പറയാല, എന്നെ ഇതിനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അമൃതാന്ന് അറിയാലോ, അമൃതയാണ് എന്നെ വിളിച്ചത്. അമൃത വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു ഷോ വരുന്നുണ്ട്, നമ്മുടെ കുക്കിംഗ് അറിയാലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കുക്കിംഗ് അറിയാം എന്ന് പറഞ്ഞു. ഞാനറിയാം കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അതിനെന്താ, സത്യം പറയാലോ ഞാൻ ഈ കുക്കിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടിൽ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പൊ ഇറച്ചിയാണെങ്കിൽ ഇറച്ചി കട്ട് ചെയ്ത് കൊടുക്കും, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കട്ട് ചെയ്ത് കൊടുക്കും, മീനിനെ കട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ ഈ എന്താ പറയുക പൊടിക്കൈകൾ കയ്യാളായിട്ട് നിന്ന് ഒന്ന് ഇളക്കി വിടുക, ഒന്ന് എന്താ പറയുക ടേസ്റ്റ് നോക്കുക, ഈ വക പരിപാടികളൊക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ ഇന്ന ആൾക്കാരൊക്കെയാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ നവീൻ്റെ പേര്, അപ്പം എൻ്റെ പേര് ഏറ്റവും വലിയ സമൃദ്ധ, എൻ്റെ പേര് 2-3 പേരും പറഞ്ഞാലും ഒന്നും സെറ്റായില്ല. ഞാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, ദൈവമേ കൂടെ എന്നെ പോലത്തെ ഒരാളാണെങ്കിൽ തീർന്നു 3G. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച് ആരായിരിക്കും. പിന്നെ അങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ കണക്ട് ആവുന്നപ്പോൾ ഞാൻ പറഞ്ഞു ബീന ചേച്ചിനൊന്ന്, അങ്ങനെ ഞാൻ ബീന ചേച്ചിനെ വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെ ഒരു ഷോ വരുന്നുണ്ട്, ചേച്ചി ഫ്രീ ആണോ ചോദിച്ചു. അതിനെന്താടാ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ട്. ബീന ചേച്ചി ഞാൻ പിന്നെ നമ്മുടെ നാട്ടുകാരെയാണ്, ഞാൻ എന്താ പറയുക കൊല്ലങ്ങളായിട്ട് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ്, ഞങ്ങൾ നല്ലൊരു കമ്പനിയുണ്ട്, അടിപൊളിയായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീന ചേച്ചി കുക്കിംഗ് അറിയാം, പക്ഷെ എന്താ പറയുക ഒരു കോംബോ നല്ലതായിരുന്നു, രസമായിരുന്നു. നല്ല രസം, നിങ്ങളെ കോംബോ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു ആ കോംബോയില്. നമുക്കിങ്ങനെ കണ്ടിരിക്കാം നല്ല നല്ല രസകരമായ മൂവ്മെന്റ്സ്. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വളവളാന്ന് ഇങ്ങനെ പറയും. ബീന ചേച്ചി ആണെങ്കിൽ ബീന ചേച്ചി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീന ചേച്ചി നിസ്സാര സമയം മതി നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ അമ്മയും ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറയാറുണ്ട് മമ്മീനെ പോലെയാണ്, പെട്ടെന്ന് എന്ത് സംഭവം പറഞ്ഞെങ്കിൽ ആ സമയത്ത് ബീന ചേച്ചി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ആ ടൈം അങ്ങോട്ടാകുമ്പോഴേക്കും പട്ടാന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്യും, ഭയങ്കര സ്പീഡിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും നോക്കി പഠിക്കാനും പറ്റിയില്ല ബീന ചേച്ചി, സോറിയാ. പക്ഷെ എന്നാലും നമുക്ക് 2-3 ഫസ്റ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അതിന്. പക്ഷെ വേറെ കാര്യം, ഭയങ്കര കൈപ്പുണ്യമുള്ള സ്ത്രീയാണ് അവര്, എന്തുണ്ടാക്കിയാലും ഭയങ്കര കൈപ്പുണ്യം. തീർച്ചയായിട്ടും. അതേപോലെ ചേട്ടൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണോ? ഈ ഇടയ്ക്ക് പോയി പല്ലൊക്കെ അത് അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. കാര്യം എൻ്റെ ഈ ഫ്രണ്ടിലത്തെ 2 പല്ല് അത് കുറച്ചൊന്ന് എന്നുവെച്ചാൽ ഒരുപാട് അങ്ങനെ തള്ളിയിട്ടില്ല, ഒരു അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ കാറിന് അലൈൻമെന്റ് വ്യത്യാസം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കൊളാബ് ചെയ്യാൻ കിട്ടി, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ ഇത് ഇട്ടപ്പോ സംഭവം കൊള്ളാം. കാര്യം നമുക്കൊരു കോൺഫിഡൻസ്, ചിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ. നമുക്കിപ്പോ ഒരു എക്സാം അതെ കമ്പ്യൂട്ടർ പറയാലോ, നമുക്ക് ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമുക്ക് പല്ലിളിച്ച് ചിരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴും ഇട്ടിട്ടുണ്ട് ക്ലിയർ ലൈനേഴ്സ് ഇട്ടിട്ടുണ്ട്, അതിനൊരു 2 മാസം കൂടെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ
ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ബ്യൂട്ടി കോൺഷ്യസ് അല്ല, അത് എന്നെ ഭയങ്കരമായിട്ടെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പൊ ചിരിക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് എൻ്റെ പല്ലിന് ഒരു എന്താ പറയുക അലൈൻമെന്റ് വ്യത്യാസം, ബൈറ്റിന്റെ ഒക്കെ ഒരു വ്യത്യാസം വന്നപ്പോൾ എനിക്ക് ആ സമയത്താണ് ഒരു കൊളാബ് സെറ്റായി. അപ്പൊ അതിലോട്ട് കയറി ഇപ്പൊ കറക്റ്റ് പല്ലുമെല്ലാം കറക്റ്റായി, അവസരങ്ങൾ കുറയുകയും ചെയ്യും. അതേപോലെ ഈ ബോഡി ബിൽഡിംഗ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണേ? ഇപ്പൊ എല്ലാവരും ഇപ്പൊ പിള്ളേരൊക്കെ നോക്കുന്നത് ഇങ്ങനെ ഒരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ല, ബോഡി ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ടേ, അതായത് ഒരു 18-19 വയസ്സ് തൊട്ടേ എനിക്ക് എന്താ പറയുക ഫിറ്റ്നസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചു, എന്താ പറയുക എത്ര ഭൂമിയിൽ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കത് ഒരു 1 hour അധികം ഒന്നും പറയാം 1 മണിക്കൂർ പോയി വർക്കൗട്ട് ചെയ്യണമെന്ന് ഭയങ്കര അതിങ്ങനെ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ആണ് ഉള്ളിൽ. നമ്മുടെ വർക്ക് പ്രഷർ, പിന്നെ അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള ഉടക്കം, അല്ല നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇതൊക്കെ വന്ന മാനസിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ അങ്ങോട്ട് പോയി തീർക്കാം. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഫ്രസ്ട്രേഷൻസും പ്രഷേഴ്സൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ജിം. ഡയറ്റ് എടുക്കാറുണ്ടോ? പിന്നെ അല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ പിള്ളേർക്ക് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കുക, ഒരു കുഴപ്പമില്ല, ഒരു ഡയറ്റും ഇല്ല കേട്ടോ. ഞാൻ ഇഷ്ടമുള്ളത് കഴിക്കുക, പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡ് കൂടുതൽ കഴിക്കുക, പിന്നെ എന്താ പറയുക ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കുക. ജങ്ക് ഫുഡ് എന്തൊക്കെയാണെന്നുള്ള അറിയാമല്ലോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് എന്നെ തള്ളക്കുളിക്കും. അതുകൊണ്ട് മാക്സിമം ഈ ബ്രോസ്റ്റഡ് പോലത്തെ കാര്യങ്ങളും വൺസ് ഇൻ എ വൈൽ ഓക്കെ, ഒട്ടും വേണ്ടാന്നല്ല പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഭക്ഷണവും കഴിക്കാം, പക്ഷെ ഓവറായിട്ട് കഴിക്കരുത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ മിക്ക ആൾക്കാരും ജെൻസി പിള്ളേർ, നിങ്ങൾ എൻ്റെ മോളുടെ കാര്യം ഉൾപ്പെടെ ഞാൻ പറഞ്ഞു കേട്ടോ. മോള് ഈ പറയണ പോലെ തന്നെ ഞാൻ പറയും രാവിലെ ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് കിങ് എന്ന് പറയുന്നത്, നമ്മൾ അവിടെ നിന്നാണ് നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കുക, ലഞ്ച് കറക്റ്റായിട്ട് കഴിക്കുക, ഡിന്നർ ഇപ്പോൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ആ സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സൊക്കെ കഴിച്ചാലും ഓക്കെയാണ്. രാത്രി ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ ഇപ്പം അധികം പ്രായമൊന്നും ആയിട്ടില്ല, 10-32 വയസ്സെല്ലാം ആയിട്ടില്ല. അപ്പം കുഴപ്പമില്ല, ജിമ്മ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നന്നായി പോകുന്നു. ഇപ്പം ഞാൻ പുതിയൊരു ജിമ്മിലോട്ട് ജോയിൻ ചെയ്തു. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോർണിംഗ് 5 to രാത്രി 12 മണി വരെ ഉണ്ട് വർക്കൗട്ട് അല്ല, ജിമ്മുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും പോയി വർക്കൗട്ട് ചെയ്യാം. പിന്നെ സെലിബ്രിറ്റീസ്, ഹണി റോസ്, പിന്നെ എന്താ പറയുക അർജുൻ അശോകൻ അവരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടല്ല കേട്ടോ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തത്.